ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 16 ആണ്. എപ്പിസോഡ് സ്റ്റാർട്ടാകുമ്പോൾ സംക്ഷിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു ഡുവാൻ ക്യാമറ. ആ ക്യാമറ സംക്ഷി പിക്കെല്ലാം എടുത്ത് നോക്കുന്നയിടയ്ക്ക് ഡുവാൻ്റെ ഒരു ഫോട്ടോ കാണുന്ന എന്തോ ആയി പോകുന്നുണ്ട് സംക്ഷി. അങ്ങനെ സംക്ഷി നേരെ അത് ഫോട്ടോ എടുത്ത് ഡുവാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട ഡുവാൻ ആണെങ്കിൽ നേരെ ആലോചിച്ച് നോക്കുകയാണ് എങ്ങനെയാണ് ആ ഫോട്ടോ അതിലായതെന്ന്. ഡുവാൻ സംക്ഷിക്ക് ഗിഫ്റ്റായി ആ ക്യാമറ വാങ്ങുന്ന അതിൽ ആ ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ലതാണോ എന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് അറിയാതെ ഡുവാൻ അതിൽ ഒരു ഫോട്ടോ ക്ലിക്കായി പോകുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം സംക്ഷി നേരെ സംക്ഷിയുടെ ഫ്രണ്ട്സിനെ കൂട്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട്. അവിടെ ഇരുന്ന് എല്ലാവരും കഥയെല്ലാം പറഞ്ഞ് അവിടെ ഇരുന്ന് കോഫിയെല്ലാം കഴിക്കുകയാണ്. അതിനിടെ ഡുവാൻ നേരെ സംക്ഷിക്ക് മെസ്സേജ് ആക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാനായി നാളെ നമുക്ക് പുറത്തു പോയാലോ എന്ന് ചോദിച്ച്. അത് കേട്ട് സംക്ഷിയുടെ ഫ്രണ്ട്സ് എല്ലാം ഡുവാനെ ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്നെല്ലാം ചോദിച്ച് സംക്ഷിയോട് ഇല്ല എന്ന് പറയാൻ പറയുന്നുണ്ട്. അത് കേട്ട് സംക്ഷി ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡുവാൻ പിന്നെയും ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റന്നാളെ പോയാലോ. അപ്പോഴും സംക്ഷിയെ കൊണ്ട് അവർ ഇല്ല എന്ന് പറയിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും തന്നെ മനസ്സിലാകാതെ ഡുവാൻ നേരെ ഡുവാൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത് പോയി ഈ കാര്യമെല്ലാം പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, അത് നിന്നോട് അവർ ഇതുവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നീ എങ്ങനെയാണ് അതിനുള്ള മറുപടി കൊടുക്കുന്നത്, അതുപോലെ ആയിരിക്കും ഇനി അങ്ങോട്ടും എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് ഡുവാനാണെങ്കിൽ നേരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുധനാഴ്ച പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് സന്തോഷമായ സംക്ഷി അത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഡുവാനും ഒരുപാട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഡുവാനെ പറഞ്ഞ പോലെ ബുധനാഴ്ച ആയപ്പോൾ സംക്ഷി ഒരുങ്ങിക്കെട്ടി നേരെ ഡുവാനെ വിളിക്കുന്നുണ്ട്. അന്നേരം ഡുവാൻ പറയുന്നത്, എനിക്ക് വളരെയധികം വർക്കുണ്ട്, ഞാൻ അതിൽ ട്രാപ്പായി പോയിട്ടുണ്ട്, അത് കാരണം എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, നീ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയിക്കോ, നീ അവരുടെ കൂടെ ചിലവഴിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അത് കേട്ടിട്ടൊന്നും സംക്ഷിക്ക് ഒരു കുഴപ്പവും തോന്നുന്നില്ല. അങ്ങനെ പിറ്റേന്നും സംക്ഷി അതേപോലെ തന്നെ മാറ്റി ഒരുങ്ങി നിൽക്കുമ്പോൾ ഡുവാൻ പിന്നെയും പറയുന്നുണ്ട്, ഇപ്പോഴും നീ ഒന്നുകൂടി എന്നോട് ക്ഷമിക്കണം, ഇപ്പോഴും ഞാൻ ജോലി തിരക്ക് കാണണം, അതിൽ ട്രാപ്പായി പോയിട്ടുണ്ട്. അതെല്ലാം പറയുമ്പോൾ സംക്ഷിക്ക് ഒട്ടും ദേഷ്യം വരുന്നില്ലായിരുന്നു. കാരണം സംക്ഷിക്ക് അറിയാമായിരുന്നു അവന് ജോലി തിരക്കുള്ളതെല്ലാം. അങ്ങനെ സംക്ഷി പോട്ടെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിക്കോളാം, നമുക്ക് അങ്ങനെയാണെങ്കിൽ നാളെ പോയാലോ എന്നെല്ലാം പറയുമ്പോൾ ഡുവാൻ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്നും അതേപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അത് കാരണം സംക്ഷി ഒരുപാട് സങ്കടത്തിലായിരുന്നു. അത് കണ്ട ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഇങ്ങനെ അവൻ നിന്നെ ട്രാപ്പിലാകാൻ പാടില്ല, അവൻ എന്ത് ട്രാപ്പിലാണ് പെട്ടുപോകുന്നത്, എന്ത് ജോലിയാണ്, ജോലി തിരക്ക് കഴിഞ്ഞാൽ ഒന്ന് നിന്നെ വന്ന് രാത്രി കണ്ടൂടെ എന്നെല്ലാം പറഞ്ഞ് ഫ്രണ്ട്സ് ഒരുപാട് ഡുവാൻ്റെ കുറ്റമെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അന്നേരവും ആ കണ്ണാടി വെച്ച ഫ്രണ്ടും പിന്നെ സംക്ഷിയും ഡുവാൻ്റെ നല്ലത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സംക്ഷി പറയുന്നുണ്ട്, ഡുവാൻ അത്രയ്ക്ക് ജോലി തിരക്ക് കാരണമായിരിക്കും എന്നെല്ലാം പറയുന്നു. അതേസമയം ഡുവാൻ ആണെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നത് കാരണം അവിടേക്ക് പോയിരുന്നു. അവൻ്റെ അച്ഛന് സീരിയസ് ആയത് കാരണം എന്തോ ഒരു ഓപ്പറേഷനും കൂടി വേണ്ടി വരും എന്നെല്ലാം നേഴ്സ് പറയുന്നുണ്ട്. അത് കേട്ട് സങ്കടത്തോടെ അവൻ എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ സംക്ഷിയെ കാണാൻ പോകുന്ന വഴിക്കായിരുന്നു അങ്ങനെ നേഴ്സിൻ്റെ കോള് വരുന്നത്. അത് കേട്ട് അവൻ ഓടിയെത്തുകയായിരുന്നു അവിടേക്ക്. അത് കഴിഞ്ഞ് നേരെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ആദ്യം +1 അവൻ്റെ ക്ലാസ്സിൽ ഡുവാൻ ഫസ്റ്റ് ആയത് കാരണം അമ്മ നല്ല ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഡുവാൻ ആണെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി അവൻ്റെ അച്ഛനെ കാത്തിരിക്കുകയായിരുന്നു. അച്ഛനെ ഒരുപാട് കോളെല്ലാം ചെയ്തു നോക്കുന്നുണ്ട്, പക്ഷെ അച്ഛൻ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛൻ നേരെ വന്ന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. സന്തോഷം വേണ്ട സമയത്ത് സങ്കടമുണ്ടാകുമ്പോൾ ഡുവാൻ എന്തോ പോലെ തോന്നുന്നുണ്ട്. അവരെല്ലാവരും കാര്യം എന്താണെന്ന് തിരക്കുമ്പോഴാണ് അച്ഛൻ പറയുന്നത്, ഞാൻ വരുന്ന വഴിക്ക് നേരെ ഒരാളെ ഇടിച്ചിട്ടാണ് വരുന്നത്. അത് കേട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവരെ നിങ്ങൾ എന്ത് ചെയ്തു അതെല്ലാം ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ പേടിച്ച് അവരെ അവിടെ തന്നെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കേട്ട ഡുവാൻ നേരെ പോലീസിനെ വിളിക്കാൻ പോകുന്നുണ്ട്. അത് കണ്ട അച്ഛനാണെങ്കിൽ നേരെ അവനെ പോയി അതിൽ നിന്ന് പിന്തുണയിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഒരു ജീവൻ വെറുതെ ഒന്നും നഷ്ടമാകരുത്,
അച്ഛനൊന്ന് ജയിലിൽ കിടന്നാലും എന്താ, ഒരു ജീവൻ നഷ്ടമാകില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് ഡുവാൻ പോലീസിനെ വിളിക്കാനായി പോകുന്നുണ്ട്. അതേസമയം അച്ഛനാണെങ്കിൽ നേരെ അവിടെ നിന്ന് ബാൽക്കണിയിലൂടെ പുറത്തേക്കെടുത്ത് ചാടുന്നുണ്ട്, പേടിച്ച്. അങ്ങനെയായിരുന്നു അച്ഛന് ഈ അസുഖം എപ്പോഴും കിടപ്പിലായി വന്നത്. ഇതെല്ലാം ഓർത്താണ് ഡുവാൻ ഇപ്പോൾ വളരെയധികം സങ്കടപ്പെടുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഡുവാൻ നേരെ രാത്രി ഡേറ്റിന് പോകാൻ നേരത്തെല്ലാം പറഞ്ഞ് സങ്ഷിയെ വിളിക്കുന്നുണ്ടെങ്കിലും സങ്ഷി അവളിപ്പോൾ വരുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഫോണിലൂടെ തന്നെ അവളെ മാറ്റി ഒരുങ്ങിപ്പിച്ച് അവളെ നല്ല പോലെ ഭംഗിയാക്കി വെച്ച് വിടുന്നുണ്ട്. അവളോട് പോകാനായി നിർബന്ധിക്കുന്ന കാരണം സങ്ഷി വരാമെന്ന് എല്ലാം ഡുവാനോട് പറയുന്നുണ്ട്. സങ്ഷിയും ഡുവാനും നേരെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവരൊരു അടുത്തുള്ള റെസ്റ്റോറൻറ്റിലായിരുന്നു വന്നത്. അവിടെ ഇരുന്ന് ഭക്ഷണമെല്ലാം കഴിക്കുമ്പോൾ സങ്ഷി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഡുവാന്റെ മുഖത്ത് അത്ര സന്തോഷം കാണാത്ത സങ്ഷി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇത്ര സങ്കടപ്പെടുന്നത്? അതെല്ലാം കണ്ടപ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് എനിക്ക് സങ്കടമാണെന്നുള്ളത് മനസ്സിലായല്ലേ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡുവാൻ നേരെ സങ്ഷിയോട് പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞ സങ്ഷി നേരെ ഡുവാനെ കൂട്ടി പോകുന്നത് ക്യാൻഡി കഴിക്കാനാണ്. അങ്ങനെ ഡുവാൻ ഒരു ക്യാൻഡി വാങ്ങിക്കൊടുത്തതിന് ശേഷം സങ്ഷി പറയുന്നുണ്ട്, സങ്കടമുള്ള സമയത്തെല്ലാം ക്യാൻഡി കഴിക്കുന്നത് നല്ലതാണ്. ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, നീ കഴിച്ചു നോക്ക് എന്നെല്ലാം ഡുവാനോട് സങ്ഷി പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഡുവാന് അല്പമൊന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് സങ്ഷിക്ക് അവന് ഇപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് എന്നല്ല. അങ്ങനെ സങ്ഷിയോട് ഡുവാൻ പറയുന്നുണ്ട്, നമുക്ക് നാളെയും പുറത്തേക്ക് പോയാലോ എന്ന് പറയുമ്പോൾ സങ്ഷി പറയുന്നുണ്ട്, ഞാനില്ല, എൻ്റെ കോളേജിൽ അലൂമിനി പ്രോഗ്രാമാണ്, അപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് ഒന്നും തന്നെ മിണ്ടാതെ ഡുവാൻ അവിടെ നിന്ന് ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ പ്രോഗ്രാമിന് വന്ന സങ്ഷിയുടെ അടുത്തേക്ക് നേരെ ഒരു ബാഗുമെല്ലാം തൂക്കി ഡുവാൻ വരുന്നുണ്ട്. ഡുവാനെ കണ്ട് സങ്ഷി ഒരുപാട് നെട്ടുന്നുണ്ട്. എന്നാലും സങ്ഷിയെ കൊണ്ട് അല്പമൊന്ന് ചിരിച്ചിട്ട് സങ്ഷിയുടെ അടുത്തുള്ള ഫ്രണ്ട് ഡുവാനായി അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡുവാനും സങ്ഷിയും ഒരുപാട് ടൈമെല്ലാം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സങ്ഷിയുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട്, കണ്ടോ സങ്ഷിയുടെ ബോയ് ഫ്രണ്ട് എന്തൊരു ഭംഗിയാണ്, ഇതെല്ലാം പറയുന്നത് സങ്ഷിയും ഡുവാനും കേട്ടിരുന്നു. അത് കണ്ട് ഡുവാൻ സങ്ഷിയെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഡുവാൻ സങ്ഷിയെ നോക്കി തന്നെ ഇരിക്കുകയാണ്. സങ്ഷിയാണെങ്കിൽ അതേ ഭാഗം ഒന്ന് ഉറങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 16 ഇവിടെ കഴിയുന്നത്.